വീക്ഷിക്കുന്നു. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളൊരു CPIയുടെ പ്രവർത്തകൻ കൂടിയാണല്ലോ. അതെ. സ്വാഭാവികമായും ഇടതുപക്ഷം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിലപാട്, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, അതാണ് ചരിത്രം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി തന്നെ ഭരിക്കുമ്പോൾ ഇവിടെ ഒരു പാട്ട് എഴുതിയതിൻ്റെ പേരിൽ ഈ രചയിതാവിനെതിരെയും പാടിയ ആൾക്കെതിരെയും ഒക്കെ കേസെടുക്കുന്ന അവസ്ഥ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾ പറഞ്ഞത് പ്രകാരം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഇതിൽ വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമൊന്നുമില്ല. എന്നാൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് താനും. ഇതിൽ നോക്കൂ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിൽ ആ പാട്ടിനകത്ത് പറഞ്ഞേക്കുന്നത് സഖാക്കളാണേ അയ്യപ്പ എന്നാണ്. ലക്ഷക്കണക്കിന് സഖാക്കൾ ത്യാഗം സഹിച്ചാണ് ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. 2 വിവരദോഷികളോ 3 വിവരദോഷികളോ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടിയെടുത്തേക്കുന്നത് CBI അല്ലല്ലോ, കേരളത്തിലെ പോലീസല്ലേ നടപടിയെടുത്തേക്കുന്നത്. നമ്മളുടെ പാർട്ടിയിൽ ഒരാൾ പ്രവർത്തിക്കാനായിട്ട് നാളെ വന്നു കഴിഞ്ഞാൽ അയാളെ നമുക്കിപ്പോ ചക്ക തുറന്നു നോക്കുന്നതൊക്കെ തുറന്നു നോക്കാൻ ഒക്കത്തില്ല. എല്ലാ പാർട്ടിയിലും കുഴപ്പക്കാരുണ്ട്. ശിവകുമാറിന്റെ കാലം തൊട്ട്, പ്രയാറിന്റെ കാലം തൊട്ട് അവിടെ ദേവസ്വം ബോർഡിൽ ചോദിച്ചു മേടിക്കുകയാണ് ജോലി. അതറിയാമോ? മാധ്യമ പ്രവർത്തകനായിട്ട് താങ്കൾക്ക് അറിയാമെന്നാണ് തോന്നുന്നത്. എല്ലാ സർക്കാരുകൾ ഇരിക്കുമ്പോഴും അവിടെ കയ്യിട്ട് വായിട്ടുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇങ്ങനെ ഒരു പാരഡി പാട്ട് വരുന്നു. എത്രയോ പാരഡി പാട്ടുകൾ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ താങ്കൾ കേട്ടിരിക്കുന്നത്, താങ്കളുടെ പാർട്ടിയുടെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ കേട്ടിരിക്കുന്നു. ആ പാട്ടൊന്നും പാടിയിട്ട് കേരളത്തിൽ ആരുടെയും മതവികാരമൊന്നും മരണപ്പെട്ടിട്ടില്ല. ഈ പാട്ടിന് സംഘടനയുടെ ഒരാൾ കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ അതിന്റെ പേരിൽ കേസ് എടുക്കാൻ ഒരു സൈബർ പോലീസ്, അതിനെ ന്യായീകരിക്കാൻ ചില നേതാക്കൾ. ഇതെങ്ങനെയാണ് ഇടതുപക്ഷ നയമാകുന്നത്? എനിക്കതിൽ പറയാനുള്ളത്, ഇതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയോ അല്ലെങ്കിൽ ഇതിൽ പാരഡിയുടെയോ വിഷയമല്ല. മുമ്പ് ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ പാരഡി പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്തുള്ള സങ്കീർണത എന്ന് പറയുന്നത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് സഖാക്കളെ ബന്ധപ്പെടുന്ന ഒരു പാട്ടാണ് അതിനകത്ത്. സ്വാഭാവികമായിട്ടും അങ്ങനെ പറയില്ലേ? കോൺഗ്രസ്സുകാരെ തെരുവിളിച്ചുകൊണ്ട്, കോൺഗ്രസ്സുകാരെ കളിയാക്കിക്കൊണ്ട്, BJPക്കാരെ കളിയാക്കിക്കൊണ്ട്, ഈ സഖാക്കളെ കളിയാക്കിക്കൊണ്ട്, CPMനെയും കോൺഗ്രസിനെയും പ്രധാന നേതാക്കളെ കളിയാക്കിക്കൊണ്ടൊക്കെ എത്ര പാട്ടിറങ്ങിയിരിക്കുന്നു. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴത്തെ പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയെയും മോദിയെയും ഒക്കെ കളിയാക്കുന്ന, അവരെയൊക്കെ പരിഹസിക്കുന്ന എത്ര പാരഡി ഗാനങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. അന്നേരം ഒന്നും ആർക്കും ഒരു വികാരവുമില്ലല്ലോ. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും ഞാൻ അതിലേക്ക് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എത്രയോ സിനിമയുടെ സൂപ്പർ ഹിറ്റ് പാരഡികൾ ഇറങ്ങി. അതിലൊന്നും ഇടതുപക്ഷമോ ഞങ്ങൾ ആരും പരാതി പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്താണ് പരാതി? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അയ്യപ്പന്റെ എല്ലാവരും സാധാരണഗതിയിൽ നമ്മളൊക്കെ അറിയാലോ, പാട്ട് പാടാത്തവർ പോലും ഈ ചില ഹിറ്റ് പാട്ടുകൾ അല്ലെങ്കിൽ മനസ്സിൽ തറയ്ക്കുന്ന ചില പാട്ടുകൾ നമ്മൾ മൂളിപ്പാട്ട് പാടും. അത്തരത്തിലുള്ളൊരു പാട്ടിനെ അയ്യപ്പന്റെ സ്വത്വത്തെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് തികച്ചും കോമഡിയായിട്ട് ഒരു സർക്കാരിനെ അവഹേളിക്കുന്ന ഒരു പാട്ടായിട്ട് അത് ബ്രാൻഡാക്കി. അയ്യപ്പന്റെ ബ്രാൻഡിനെ മാറ്റി ഇതൊരു സർക്കാരിന്റെ എതിരെ ഉള്ള ബ്രാൻഡാക്കി മാറ്റുകയാണ്. മറ്റൊന്നും തെരഞ്ഞെടുപ്പിൽ അത് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കും. വലിയ പാട്ടാക്കി ഇറക്കിയിട്ടില്ലേ? അന്നൊന്നും തോന്നിയില്ലല്ലോ ഇതൊന്നും. അത് സാധാരണ പാട്ടാണ്. അയ്യപ്പന്റെ പാട്ടൊന്നും, അയ്യപ്പന്റെ പാട്ട് എന്താണ് കുഴപ്പം? ഇതേ അയ്യപ്പന്റെ പാട്ട് തന്നെയല്ലേ മന്ത്രിയെ അയ്യപ്പ എന്ന് പറഞ്ഞ് കെ കരുണാകരന്റെ കാലത്തിറക്കിയത്? അന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. അതൊന്നും അയ്യപ്പന്റെ ഗുരുവായൂരപ്പനെ കുറിച്ചൊന്നും ഞങ്ങൾ പാട്ട് എഴുതിയിട്ടില്ല. കരുണാകരന്റെ കാലത്തും കരുണാകരൻ ഗുരുവായൂർ ഭക്തനാണെന്ന് ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ടെന്ന് പക്ഷം. പാട്ട് ഓർമ്മയുണ്ടോ? അന്ന് കരുണാകരന്റെ അവിടുത്തെ ഗുരുവായൂരിലെ സ്വർണ്ണമാല മോഷണം പോയപ്പോൾ ചെപ്പ് തുറക്കണ ചങ്ങാതിയുടെ കരുണാകരനെ ആക്കിക്കൊണ്ട് ചെപ്പ് തുറന്നു നോക്കിയാൽ സ്വർണ്ണമാല എവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉണങ്ങിയ പാട്ടുകളൊക്കെ ഓർമ്മയില്ലേ? ഇതെല്ലാം സ്വാഭാവികമാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഇപ്പോഴായാലും അന്നായാലും തമ്മിൽ വ്യത്യാസമുണ്ടോ? അന്ന് വിമർശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കുകയില്ല. ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയ ഒരു വജ്രായുധമാണ്. അതിൽ നമ്മൾ ഓരോന്നും പടച്ചു വിടുമ്പോൾ സൂക്ഷിക്കണം. കരുണാകരന്റെ കാലത്തുള്ള സോഷ്യൽ മീഡിയ സംവിധാനം, മാധ്യമ സംവിധാനമാണോ ഇന്ന്? അന്ന് എത്ര ചാനലുണ്ട്? കരുണാകരൻ ഭരിക്കുമ്പോൾ കേരളത്തിൽ എത്ര ചാനലുണ്ട്? ഏഷ്യാനെറ്റ് പോലും എന്നാണ് വന്നത്. അപ്പൊ താങ്കൾ ഇതുകൂടെ പറയും, അന്നത്തെ ഇടതുപക്ഷം അല്ല ഇന്നത്തെ ഇടതുപക്ഷം, ഞങ്ങളുടെ നയം മാറി എന്നുകൂടി പറയേണ്ടി വരും. നയമൊന്നും ഞങ്ങൾ മാറത്തില്ല. അതിനകത്ത് ഈ ഇദ്ദേഹം ചെയ്തത് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമായിട്ട് ഒരു സാധാരണ മനുഷ്യൻ മൂളിപ്പാട്ട് പാടുന്ന ഒരു നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയമാണ്. ഞാനൊരു ഭക്തനാണ്, ഇടതുപക്ഷക്കാരൻ ഒരു ഭക്തനാണ്, അയ്യപ്പ ഭക്തനാണ്. ഹൃദയത്തിൽ പാട്ടിനെ വികൃതമാക്കി ഒരു അയ്യപ്പന്റെ ബ്രാൻഡഡ് പാട്ട് എക്കാലത്ത് മറ്റൊരു കാര്യം അറിയാമോ? ഈ പാട്ട് തന്നെ ഒറിജിനൽ പാട്ടല്ല. ഇത് തന്നെ ഒരു സൂഫി പാട്ട്, നാഗൂറിലെ സൂഫികളുടെ പാട്ടാണ്. അത് ഒരു എന്ന് പറയുന്ന ഒരു പാട്ടിന്റെ അതേ ട്യൂണിലാണ് ഈ പാട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ എടുക്കുന്ന പാട്ടുകളെല്ലാം അങ്ങനെയൊക്കെ വരുന്നതാണ്.
അപ്പോൾ ആ പാട്ടിന്റെ പാരഡിയാണ് ഈ പാട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ പാരഡിയാണ് ഇവരുണ്ടാക്കിയത്. പാട്ടിന് പല പാരഡികളുണ്ടാവും. അതൊന്നും ഒരു വിഷയമല്ല ശ്രീ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിയും ഒക്കെ വളരെ വികലമായിട്ട് അവഹേളിക്കുന്നതാണ്. അവിടെ കുറ്റവാളികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കും. ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ മന്ത്രിമാർക്കെതിരെ ഉള്ള ഒരു ആരോപണം ആണോ ഇതിനകത്ത്? ഇതിനെ വളരെ താറടിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ എത്രത്തോളം ഇകഴ്ത്താം. അതായത് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്നതും റിമാൻഡിൽ കഴിയുന്നതും ജയിലിൽ കഴിയുന്നതുമായ നേതാക്കളൊക്കെ ഏത് പാർട്ടിയുടെ നേതാക്കളാണ്? ഏതിന്റെ പേരിലാണ്? ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിന്റെ പേരിൽ. തീർച്ചയായിട്ടും അവരെ ശിക്ഷിച്ചല്ലോ. അവരെ ശിക്ഷിച്ചത് സ്വാഭാവികമായി ചോദിക്കില്ലേ? നിങ്ങളുടെ ഭരണം നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകൾ അതിൽ എന്തായാലും മോഷണം നടന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. അവർക്ക് അത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അവർ നേരിട്ട് പങ്കെടുത്തോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ അറിയാൻ. എന്തായാലും അവർക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. മുൻകാലങ്ങളിലൊന്നും കുറ്റവാളികൾ പാർട്ടികളിൽ ഉണ്ടായിട്ടില്ലേ? വടക്കേന്ത്യയിലടക്കം വ്യാപം അഴിമതി എന്ന് പറയുന്നത് മൃഗീയമായ. താങ്കൾ വ്യാപത്തിലേക്കൊന്നും പോകണ്ട. താങ്കൾ തൽക്കാലം ഇത് ഇടതുപക്ഷ നിലപാടാണോ എന്നുള്ളത് താങ്കൾ തന്നെ പറയുന്നത് അങ്ങനെയല്ല. പണ്ട് ഒരു പാർട്ടിയെയും ഒരു പരിധിയിൽ കഴിഞ്ഞ് അവഹേളിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ ആരും ഒരു വ്യക്തിയെ ഞങ്ങളൊക്കെ നാട്ടിൽ അന്വേഷിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടിയും ഒരു വ്യക്തിയെ ഞങ്ങൾ അവഹേളിക്കുന്നില്ല. താങ്കൾ ഒരു കാര്യം ചെയ്യും രാധാകൃഷ്ണൻ, ഈ മുമ്പൊക്കെ ഇറങ്ങിയ ഇടതുപക്ഷത്തിന്റെ തന്നെ പാട്ടുകളൊക്കെ പാരഡി സിനിമാ പാട്ട് ഇറക്കിക്കോട്ടെ, വേറെ ഇറങ്ങിയല്ലോ. തീർക്കുന്ന ആളല്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് സിനിമാ പാട്ടുകൾ വെച്ച് പാരഡി ഇറക്കി ഇടതുപക്ഷത്തിനെതിരെ വളരെ താറടിക്കുന്ന. അതിനകത്തൊന്നും ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊരു അയ്യപ്പന്റെ എല്ലാവരുടെ നാവിൽ ശരി രാധാകൃഷ്ണൻ സംഭവിച്ചു. താങ്കൾ പരാതി. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്.